സർക്കാരിനെതിരെ നാലാം ഘട്ട സമര പ്രഖ്യാപനവുമായി ആശാ വർക്കർമാർ. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അടുത്ത മാസം 5 മുതൽ സമരയാത്ര നടത്താനാണ് തീരുമാനം. പൊതുജന പിന്തുണയിലൂടെ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താനാണ് ആശമാരുടെ നീക്കം. അഷിൻ ഡിയാഗോ വിവരങ്ങളുമായി. അഷിൻ, സർക്കാരിന്റെ സമരം ഒരു തരത്തിലും ആശമാരുടെ സമരം ഒരു തരത്തിലും സർക്കാരിനെ കണ്ണു തുറപ്പിക്കാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ ഒരു സമര രീതിയിലെ മാറ്റത്തിലേക്ക് ആശമാർ പോവുകയാണ്. എന്താണ് അവരുടെ ആലോചന, തീരുമാനം? പക്ഷേ പ്ലാൻ ഫണ്ട് വഴി നടപ്പിലാക്കാൻ പറ്റില്ല എങ്കിൽ സെക്രട്ടേറിയറ്റ് പടിക്കലിലെ ആശമാരുടെ സമരം അത് 3 മാസത്തോട് അടുക്കുകയാണ്. ഇന്ന് 71ാം ദിവസമാണ്. രാപ്പകൽ സമരം ആരംഭിച്ച് 71 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. അനിശ്ചിതകാല നിരാഹാര സമരം 33 ദിവസങ്ങളും പിന്നിട്ടിരിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിലാണ് സർക്കാരിനെതിരെ 4ാം ഘട്ട സമര പ്രഖ്യാപനം ആശമാർ നടത്തിയിട്ടുള്ളത്. ഈ സെക്രട്ടേറിയറ്റിന് മുന്നിലെ ഈ സമരപ്പന്തൽ അത് സഞ്ചരിക്കുന്ന ഒരു സമരപ്പന്തലാക്കി മാറ്റാനാണ് ആശമാർ തീരുമാനിച്ചിട്ടുള്ളത്. രാപ്പകൽ സമരയാത്രയാണ് മെയ് 5 മുതൽ ആശമാർ സംഘടിപ്പിക്കുക. അതിന്റെ ഫ്ളാഗ് ഓഫ് മെയ് 1-ാം തീയതി തിരുവനന്തപുരത്ത് നടക്കും. കാസർഗോഡ് നിന്നാണ് യാത്ര ആരംഭിക്കുന്നത്. ജൂൺ 17-ന് തിരുവനന്തപുരത്ത് യാത്ര അവസാനിപ്പിക്കുകയും ചെയ്യും. ഈ യാത്രയുടെ ലക്ഷ്യം ജനങ്ങളിൽ ഈ ആശമാരുടെ പ്രശ്നങ്ങൾ നേരിട്ട് ജനങ്ങളിൽ മനസ്സിലാക്കി അത് ജനങ്ങളെ കൊണ്ട് തന്നെ സർക്കാരിൽ സമ്മർദ്ദം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു സമരം യാത്ര, അതായത് രാപ്പകൽ സമരയാത്ര നടത്തുക. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ബിന്ദുവാണ് ഈ യാത്രയുടെ ക്യാപ്റ്റൻ. ഈ യാത്ര ഈ വിവിധ ജില്ലകളിൽ ആശമാരുടെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി അവിടെ കലാപരിപാടികൾ, സർക്കാരിനെതിരെ കലാപരിപാടികൾ അടക്കം അവതരിപ്പിച്ചുകൊണ്ടാണ് യാത്ര തിരുവനന്തപുരത്ത് ജൂൺ 17-ന് അവസാനിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പല ആശമാർക്കും തിരുവനന്തപുരത്ത് ഈ സമരപ്പന്തലിൽ എത്താൻ കഴിയാത്ത അവസ്ഥയാണ്. ഇതുകൂടി കണക്കിലെടുത്താണ് ആശമാർ എവിടെയാണോ ഉള്ളത് അവിടേക്കെത്തി ഈ സമരപ്പന്തൽ, സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരപ്പന്തൽ ഒരു സഞ്ചരിക്കുന്ന സമരപ്പന്തലാക്കി മാറ്റി രാപ്പകൽ സമരത്തിലേക്ക് സമരയാത്രയിലേക്ക് ഇപ്പോൾ സംഘടിപ്പിക്കുന്നത്. മാത്രമല്ല തെരുവിൽ തന്നെയാണ് ഈ ആശാ പ്രവർത്തകർ ഈ ഒരു സമരയാത്രയിൽ കിടക്കുക, അന്തിയുറങ്ങുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഈ എവിടെയാണോ സമരം നടത്തുന്നത് അന്ന് രാത്രി അവിടെ തന്നെ കിടന്നുറങ്ങി അടുത്ത ദിവസം യാത്ര പുനരാരംഭിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നതും. നമ്മളിപ്പോൾ 4ാം ഘട്ട സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണല്ലോ സർക്കാരിനെതിരെ. ഇനിയെങ്കിലും കണ്ണു തുറക്കോ സർക്കാർ 4ാം ഘട്ട സമര പ്രഖ്യാപനം? സർക്കാർ കണ്ണു തുറക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടല്ലേ ഞങ്ങൾ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും കണ്ണു തുറക്കണം. അങ്ങനെ എന്തെങ്കിലും സൗജന്യം ചെയ്യുക എന്നുള്ള അർത്ഥത്തിലല്ല. ഇത് ന്യായമായ തൊഴിലവകാശമാണ്. ആ അവകാശം നമുക്ക് നൽകാനുള്ള ഒരു ജനാധിപത്യപരമായ നിലപാടാണ് സർക്കാർ എടുക്കേണ്ടത്. പ്രത്യേകിച്ച് ഒരു തൊഴിലാളികളുടെ പാർട്ടിയുടെ സർക്കാർ എന്ന് പറയുമ്പോൾ അത്തരത്തിലുള്ള തൊഴിലാളികളുടെ അനുകൂലമായ, പണിയെടുക്കുന്നവനോട് അനുകൂലമായ നിലപാടെടുക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. സമരത്തിൽ ആരെങ്കിലും രാഷ്ട്രീയ നേതാക്കൾ ആരെങ്കിലും പങ്കെടുക്കുന്നുണ്ടോ ഈ സഞ്ചരിക്കുന്ന യാത്രയിലെ യാത്രയിൽ നമ്മൾ ഇന്ന് വരെ നമ്മളെ പിന്തുണച്ച മുഴുവൻ ആളുകളുടെയും പിന്തുണയോടുകൂടിയാണ് നമ്മൾ ഈ യാത്ര നടത്തുന്നത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നമ്മൾ ഇതിനോടകം പിന്തുണച്ചുകൊണ്ട് 200 സംഘടനകൾ ഈ സമരസ്ഥലത്ത് വന്നു കഴിഞ്ഞു. ആശമാർ സമരം 4ാം ഘട്ടത്തിലേക്ക് നീക്കുകയാണ്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇനി രാപ്പകൽ യാത്രയാണ്.